കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ വരാനിരിക്കുന്ന നിർണായകമായ മാറ്റങ്ങൾ പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തന രീതിയിൽ വലിയൊരു അഴിച്ചുപണിക്ക് വഴിയൊരുക്കുന്നു. ഓഗസ്റ്റ് 15 മുതൽ പോലീസ് സ്റ്റേഷനുകളുടെ ദൈനംദിന ചുമതല SI-മാർക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനൊപ്പം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന നിലയിൽ CI-മാർക്ക് 3 പോലീസ് സ്റ്റേഷനുകളുടെ വീതം ചുമതല നൽകാനും അധികൃതർ തീരുമാനമെടുത്തു. ഈ തീരുമാനത്തിന് പിന്നിൽ പോലീസ് വകുപ്പിലെ ഉന്നതതല സമിതിയുടെ ഗൗരവമായ വിലയിരുത്തലുകളുണ്ട്. മുൻ DGP K. പത്മകുമാർ, IG അനൂപ് കുരുവിള ജോൺ, DIG S. ഹരിശങ്കർ എന്നിവരടങ്ങിയ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല ഇൻസ്പെക്ടർമാർക്ക് നൽകിയ പഴയ രീതിയിൽ വലിയ പിഴവുകൾ സംഭവിച്ചു. ഈ സംവിധാനം നടപ്പിലാക്കിയതോടെ സ്റ്റേഷനുകളുടെ പ്രവർത്തനക്ഷമതയും നിഷ്പക്ഷതയും കാര്യക്ഷമമായി കുറഞ്ഞു എന്നും സമിതി കണ്ടെത്തി. ഈ പരിഷ്കാരത്തിന്റെ പരാജയത്തിന് സമിതി പ്രധാനമായും 5 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി. SI ആയിരിക്കെ വർഷങ്ങളോളം സ്റ്റേഷൻ ചുമതല വഹിച്ചവർ CI ആയപ്പോഴും അതേ ഉത്തരവാദിത്തങ്ങൾ തുടരേണ്ടി വന്നത് ഉദ്യോഗസ്ഥരിൽ മനോവിഷമം ഉണ്ടാക്കി. കൂടാതെ സ്റ്റേഷനുകളിൽ പുതുതായി എത്തുന്ന SI-മാർക്ക് കേസ് അന്വേഷണങ്ങളിലും പരാതികളിലും നിഷ്പക്ഷമായി ഇടപെടാനുള്ള അവസരം ലഭിക്കാതെ വന്നതും 40 വയസ്സിന് മുകളിലുള്ള ഇൻസ്പെക്ടർമാർക്ക് സ്റ്റേഷൻ ചുമതലയിലുണ്ടായ കടുത്ത സമ്മർദ്ദവും വലിയ പ്രശ്നമായി സമിതി വിലയിരുത്തി. കൂടാതെ 3 സ്റ്റേഷനുകളുടെ ചുമതലയുണ്ടായിരുന്ന ഇൻസ്പെക്ടർ പിന്നീട് ഒരു സ്റ്റേഷനിലേക്ക് മാത്രമായി ഒതുങ്ങിയത് അവരുടെ സൂപ്പർവൈസറി അധികാരം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ ആകെയുള്ള 484 പോലീസ് സ്റ്റേഷനുകളിൽ 108 എണ്ണത്തിൽ മാത്രം ഇൻസ്പെക്ടർ സംവിധാനം നിലനിർത്താൻ സമിതി ശുപാർശ ചെയ്തത്. ജില്ലാ ആസ്ഥാനത്തുള്ളവയും VVIP സന്ദർശനം നടക്കുന്നവയും കേസുകളുടെ എണ്ണം കൂടുതലുള്ളതുമായ പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്റ്റേഷനുകളിൽ മാത്രമായിരിക്കും ഈ സംവിധാനം ഉണ്ടാവുക. പോലീസിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും കേസ് അന്വേഷണങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലത കൊണ്ടുവരാനുമുള്ള ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ സുപ്രധാന മാറ്റം നടത്തുന്നത്.